Hi dears, welcome back to our mathematics class. We are discussing with our fourth chapter more and less related to subtraction of 4-digit numbers. We have discussed many activities related to subtraction of 4-digit numbers. Today we are going to take the continuation of the activities related to subtraction of 4-digit numbers. So, we are going to move the next activity, that is activity Miss വായിക്കാം. First activity, father was born in 1976 and son in year 2005. Then first question, what is the difference between their ages? What are their ages now? അതായത് ഒരു ഫാദറിൻ്റെ ഡേറ്റ് ഓഫ് ഇയർ 1976 ആണെന്നും സണ്ണിൻ്റെ ഡേറ്റ് ഓഫ് ഇയർ 2005 ആണെന്നും തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഫാദറും സണ്ണും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എത്രയാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ അവരുടെ വയസ്സ് എത്രയായിരിക്കും? അതായത് ഇപ്പോൾ 2020 ആണല്ലോ, 2020 ആയപ്പോഴേക്കും 1976 ജനിച്ച ഫാദറിന് എത്ര ഏജ് ആയിട്ടുണ്ടാവും? അതുപോലെ തന്നെ 2005 ജനിച്ച സണ്ണിന് എത്ര വയസ്സായിട്ടുണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് സണ്ണിൻ്റെ ഡേറ്റ് ഓഫ് ഇയർ തന്നിട്ടുണ്ട്, അതുപോലെ ഫാദറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇയറും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരെ ഏജ് ഡിഫറൻസ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സണ്ണിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇയറിൽ നിന്ന് അച്ഛൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇയർ മൈനസ് ചെയ്താൽ മതി, സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. 5ൽ നിന്ന് 6 സബ്സ്ട്രാക്ട് ചെയ്യാൻ കഴിയുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? തൊട്ടടുത്ത പ്ലേസിൽ നിന്ന് കടം വാങ്ങിക്കും അല്ലേ? അപ്പം ഇവിടെ ഒന്നുമില്ല, ഇവിടെയും ഒന്നുമില്ല. അപ്പം പിന്നെ ആരുടെ നിന്നാണ് വാങ്ങിക്കുന്നത്? ഈ 2ൻ്റെ കയ്യിൽ നിന്നാണ് അല്ലേ? അപ്പോൾ ഈ 2ൽ നിന്ന് ഒന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 1 ആയിട്ട് മാറും. ഈ 1 നേരെ ഇങ്ങോട്ടാണ് കൊടുക്കുന്നത്? അല്ല അല്ലേ? എങ്ങോട്ടാണ് കൊടുക്കുക? ഈ 0ക്കാണ് കൊടുക്കുക. അപ്പോൾ 0 എത്രയായി? 10 ആയി മാറി അല്ലേ? പിന്നെ ഈ 10ൽ നിന്നും ഒന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നു, അപ്പോൾ ഇവിടെ 10 ആവും, ഇവിടെ 9 ആവും. പിന്നെ ഈ 10ൽ നിന്നാണ് പിന്നെ ഈ 5ന് കൊടുക്കുന്നത്, അപ്പോൾ ഇവിടെ 15 ആവും, ഇവിടെ 9 ആവും. ഓക്കെ, then 15 minus 6 എത്രയാണ്? 9. Then 9 minus 7 2. 9 minus 9 0. 1 minus 1 0. അപ്പോൾ ഈ സംഖ്യക്ക് ലെഫ്റ്റ് സൈഡിൽ സീറോസ് വരികയാണെങ്കിൽ നമ്മൾ അത് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര ആൻസർ കിട്ടി? 29 എന്ന ആൻസർ കിട്ടി. അതായത് 1976 ജനിച്ച ഫാദറും 2005 ജനിച്ച സണ്ണും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് 29 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദെയർ ഏജസ് നൗ? ഇപ്പം അവർക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഇയർ എന്ന് പറയുന്നത് 2020 ആണ് അല്ലേ? അച്ഛൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 1976 ആണ്. അപ്പോൾ ഇവർക്ക് ഇപ്പം എത്ര വയസ്സായിട്ടുണ്ടെന്ന് അറിയാൻ നമ്മൾ ഈ ഇപ്പോഴത്തെ ഇയറിൽ നിന്ന് അവരുടെ ഡേറ്റ് ഓഫ് ഇയർ സബ്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 0ൽ നിന്ന് 6 സബ്സ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല, നമ്മൾ തൊട്ടടുത്ത പ്ലേസിൽ നിന്ന് വായിക്കുന്നു അല്ലേ? അപ്പോൾ അവിടെ 2 ആണുള്ളത്, 2ൽ നിന്ന് ഒന്ന് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 10 ആയിട്ട് മാറും, ഇവിടെ 1 ആയിട്ട് മാറും. 10 minus 6 എത്രയാണ്? 4 ആണ്. ദെൻ 1ൽ നിന്ന് 7 സബ്സ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് കഴിയില്ല, സോ നമ്മൾ 100ൻ്റെ പ്ലേസിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യും. പക്ഷെ 100ൻ്റെ പ്ലേസിൽ എന്താണ്? 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2ൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം അല്ലേ? അപ്പോൾ 2 ഒന്ന് ഇങ്ങോട്ടാണ് കൊടുക്കുന്നത്, അപ്പോൾ ഇവിടെ 10 ആയിട്ട് മാറുന്നു. ഈ 10ൽ നിന്ന് ഒന്നാണ് ഈ 1ന് കൊടുക്കുന്നത്, അപ്പോൾ ഇവിടെ 11 ആയിട്ടും ഇവിടെ 9 ആയിട്ടും മാറുന്നു. അപ്പോൾ 11 മൈനസ് 7 എത്രയാണ്? 4. ആൻഡ് 9 മൈനസ് 9 0. 1 മൈനസ് 1 0 അല്ലേ? അപ്പോൾ നമ്മൾ അത് എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ആൻസർ എത്ര കിട്ടി? 44. അപ്പോൾ 1976 ജനിച്ചിട്ടുള്ള ഫാദറിന്
2020 ആകുമ്പോഴേക്കും 44 ഇയേഴ്സ് ഏജ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സണ്ണിന് ഇപ്പം എത്ര വയസ്സായി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2020 നിന്ന് സണ്ണിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇയർ ആയ 2005 സബ്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ 0, 5 ആണ് അല്ലേ. അപ്പോൾ വി കനോട്ട് സബ്സ്ട്രാക്ട് 5 ഫ്രം 0. സോ വി ഹാവ് ടു എക്സ്ചേഞ്ച് ഫ്രം 2. അപ്പോൾ 2ൽ നിന്ന് ഒന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇവിടെ 10 ആവുന്നു, ഇവിടെ 1 ആവുന്നു. ദെൻ 10 മൈനസ് 5 എത്രയാണ്? 10 മൈനസ് 5 5 തന്നെ അല്ലേ. ദെൻ 1 മൈനസ് 0 1 തന്നെ. ഏത് സംഖ്യയിൽ നിന്ന് 0 മൈനസ് ചെയ്ത് കഴിഞ്ഞാലും സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലും ആ സംഖ്യ തന്നെ കിട്ടുക, ആ നമ്പർ തന്നെ കിട്ടുക. ദെൻ 0 മൈനസ് 0 2 മൈനസ് 2 0. അപ്പോൾ എന്താണ് ആൻസർ? 15. അപ്പോൾ 2005 ജനിച്ചിട്ടുള്ള കുട്ടിക്ക് 2020 ആകുമ്പോഴേക്കും 15 ഇയേഴ്സ് ആയിരിക്കും ആയിട്ടുണ്ടാവുക. ഏജ് അവൻ്റെ വയസ്സ് 15 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് അവരെ ഏജ് ചോദിച്ചിട്ട് അവർ ജനിച്ചിട്ടുള്ള വർഷം ഏതാണെന്ന് നിങ്ങളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ എന്താ ചെയ്തത്? ഡേറ്റ് ഓഫ് ഇയർ തന്നിട്ട് അതിൽ നിന്ന് അവരെ വയസ്സ് എത്രയെന്ന് കണ്ടുപിടിച്ചു. ഇനി വയസ്സ് നമുക്കറിയാം, അതിൽ നിന്ന് അവരെ ഡേറ്റ് ഓഫ് ഇയർ നമ്മൾ കണ്ടുപിടിക്കണം. ഒരു എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം. ഇപ്പോൾ 2020 ആണല്ലേ നമ്മുടെ ഇയർ. ഇപ്പോൾ നിങ്ങളെല്ലാം 4th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഏകദേശം നിങ്ങൾക്കൊരു 9 or 10 ആയിട്ടുണ്ടാവും മാക്സിമം എല്ലാവർക്കും. LKG UKG ഒക്കെ കഴിഞ്ഞ് വരുന്നതുകൊണ്ട് 10 ആയിരിക്കും നിങ്ങളുടെ വയസ്സ്. അപ്പോൾ 2020 ആയപ്പോഴേക്കും നിങ്ങൾക്ക് എത്ര വയസ്സായിട്ടുണ്ട്? 10 വയസ്സായിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ഇയർ കണ്ടുപിടിക്കാൻ ഇപ്പോഴുള്ള ഇയറിൽ നിന്ന് നിങ്ങളുടെ ഏജ് സബ്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 0 മൈനസ് 0 0 തന്നെ. 2ൽ നിന്ന് 1 സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1. ദെൻ ഈ 0 ഇങ്ങോട്ട് ഇറക്കിടുന്നു, ഈ 2 ഇങ്ങോട്ട് ഇറക്കിടുന്നു. അപ്പോൾ 2010. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ഇയർ 2010 ആണോ 2010 നിങ്ങളൊക്കെ ജനിച്ചിട്ടുണ്ടാവുക? ചിലർ 1-2 വർഷം മുന്നിലും ബാക്കിലൊക്കെ ഉണ്ടാവും കേട്ടോ. 2009 ആയിരിക്കും ചിലരുത്. ഓക്കെ, അത് നിങ്ങളെ സ്കൂളിൽ ജോയിൻ ചെയ്യിച്ച വ്യത്യാസമൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ കൂടി ചെയ്യാം. ഇപ്പോൾ 2020 ഒരാൾക്ക് 25 ആയിട്ടുണ്ടെന്ന് വിചാരിക്കാം. 2020 ഒരാൾക്ക് 25 വയസ്സായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഡേറ്റ് ഓഫ് ഇയർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പോഴുള്ള വർഷത്തിൽ നിന്ന് അവരുടെ ഏജ് സബ്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, 10 മൈനസ് 5 2. ഇവിടെ 0ൽ നിന്ന് 5 സബ്സ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ 2ൻ്റെ കയ്യിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ 10 ആയിട്ട് മാറുന്നു, ഇവിടെ 1 ആയിട്ട് മാറുന്നു. ദെൻ 10 മൈനസ് 5 5. ദെൻ 1 മൈനസ് 2. അപ്പോൾ 1ൽ നിന്ന് 2 സബ്സ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ എന്താണ്? ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ ഇവിടെ 0 ആണ്. അപ്പോൾ ഇവിടുന്ന് കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1000ൻ്റെ പ്ലേസിലേക്ക് വരുന്നു. അപ്പോൾ 1000ൻ്റെ പ്ലേസിൽ നിന്ന് 1 ഇങ്ങോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 10 ആയിട്ട് മാറുന്നു. ഈ 10ൽ നിന്ന് 1 ഇങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 11 ആയിട്ട് മാറുന്നു. 1 അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 9 ആയിട്ട് മാറുന്നു. പിന്നെ 11ൽ നിന്ന് 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 9. ദെൻ 9 ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ 9 ഇങ്ങോട്ട് ഇറക്കിടുന്നു. ഇവിടെ 1 ആണുള്ളത്, ഇവിടെ ഒന്നുമില്ല സബ്സ്ട്രാക്ട് ചെയ്യാൻ. അപ്പോൾ അതും ഇങ്ങോട്ട് ഇറക്കിടുന്നു. അപ്പോൾ 95 ആയിരിക്കും അവരുടെ ഡേറ്റ് ഓഫ് ഇയർ. അതായത് 2020 25 വയസ്സായിട്ടുള്ള ഒരാൾ ജനിച്ചിട്ടുള്ള വർഷം എന്ന് പറയുന്നത് 1995 ആണ്. മനസ്സിലായോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ വീട്ടിലുള്ള ബ്രദേഴ്സിൻ്റെ, സിസ്റ്റേഴ്സിൻ്റെ, അമ്മയുടെ, അച്ഛൻ്റെ, ഉമ്മൻ്റെ, ഉപ്പയുടെ ആരുടെയെങ്കിലും ഡേറ്റ് ഓഫ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ വീട്ടിലുള്ള മദർ, ഫാദർ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ഇവരെ ഒരു 3 എണ്ണെങ്കിലും ചെയ്യണം. ഓക്കെ, 3 പേരുടെയെങ്കിലും 2020 അവർക്ക് എത്ര വയസ്സായിട്ടുണ്ടെന്ന് ചോദിക്കുക. എന്നിട്ട് ഇതുപോലെ അവരുടെ ഡേറ്റ് ഓഫ് ഇയർ കണ്ടുപിടിക്കുക. ഫാദറിന് എഴുതിയിട്ട്
കണ്ടുപിടിക്കുക, മദർ എന്ന് എഴുതിയിട്ട് കണ്ടുപിടിക്കുക, ബ്രദർ ആണെങ്കിൽ ബ്രദറിൻ്റെ, സിസ്റ്റർ ആണെങ്കിൽ സിസ്റ്ററിൻ്റെ, അങ്ങനെ 3 എണ്ണെങ്കിലും നിങ്ങൾ മിനിമം ചെയ്തിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി ലാഭപ്രഭ. ലാഭപ്രഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലാഭപ്രഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ്. അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി യൂസേജ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീം, ഒരു പദ്ധതിയാണ് ലാഭപ്രഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഈ ലാഭപ്രഭയിൽ ജോയിൻ ചെയ്തിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ. അതുമായി റിലേറ്റ് ചെയ്തൊരു ആക്ടിവിറ്റിയാണ് നമ്മളിനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ. ആക്ടിവിറ്റി മിസ് പറയാം. In Amal's home, the electricity meter showed 1,866 units at the end of February and 2,165 units at the end of the March. അതായത് അമലിൻ്റെ വീട്ടിൽ ഫെബ്രുവരി അവസാനമായപ്പോഴേക്കും 1866 യൂണിറ്റാണ് മീറ്ററിൽ കാണിച്ചത്. മാർച്ച് അവസാനം 2165 യൂണിറ്റാണ് മീറ്ററിൽ കാണിച്ചിട്ടുള്ളത്. ഹൗ മെനി യൂണിറ്റ് ഡിഡ് ദേ യൂസ് ഇൻ മാർച്ച്? അങ്ങനെയാണെങ്കിൽ അവർ മാർച്ചിൽ എത്ര യൂണിറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ. ഫെബ്രുവരി എൻഡിൽ 1866 യൂണിറ്റും മാർച്ച് എൻഡിൽ 2165 യൂണിറ്റുമാണ് അവരുടെ യൂണിറ്റ്, അല്ലേ? അവരുടെ ഇലക്ട്രിസിറ്റി യൂസേജിൻ്റെ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ മാർച്ചിൽ അവരെത്ര യൂണിറ്റാണ് യൂസ് ചെയ്തത് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫെബ്രുവരി എൻഡ് മുതൽ മാർച്ച് എൻഡ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫെബ്രുവരി അവസാനം മുതൽ മാർച്ച് അവസാനം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ചിലത്തെയാണ് അല്ലേ ബില്ല് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? മാർച്ച് എൻഡിലുള്ള യൂണിറ്റിൽ നിന്ന് ഫെബ്രുവരി എൻഡിലുള്ള യൂണിറ്റ് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർച്ചിൽ അവർ എത്ര യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാർച്ചിലെ യൂണിറ്റിൽ നിന്ന് ഫെബ്രുവരിയിലെ യൂണിറ്റ് സബ്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ 5ൽ നിന്ന് 6 സബ്സ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഈ 6ന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. ഇവിടെ 5 ആയിട്ട് മാറുന്നു, ഇവിടെ 15 ആയിട്ട് മാറുന്നു. 15ൽ നിന്ന് 6 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 9. 5ൽ നിന്ന് 6 സബ്സ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മൾ ഈ 1ന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? 1 ആയിട്ട് ഇവിടെ 15 ആയിട്ട് മാറുന്നു, ഇവിടെ 0 ആയിട്ട് മാറുന്നു. ദെൻ 15ൽ നിന്ന് 6 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്? 9 ആണ്, അല്ലേ? ദെൻ 0ൽ നിന്ന് 8 സബ്സ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഈ 2ന്റെ കയ്യിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 10 ആയിട്ട് മാറുന്നു, ഇവിടെ 1 ആയിട്ട് മാറുന്നു. ദെൻ 10 മൈനസ് 8 2 ആണ് ആൻസർ വരുന്നത്. 1 മൈനസ് 1 0, അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ 299 യൂണിറ്റ് ആണ് ഇവർ മാർച്ചിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ്, they decided to join the Labhaprabha scheme and reduce electricity usage. At the end of the April, the meter showed 2,402 units. Could they reduce usage by joining Labhaprabha? By how many units? അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവരുടെ ഇലക്ട്രിസിറ്റി യൂസേജ് കുറച്ച് കൂടുതലാണെന്ന്. അപ്പോൾ അവരെന്ത് ചെയ്തു? ലാഭപ്രഭ സ്കീമിൽ ജോയിൻ ചെയ്തിട്ട് അവരുടെ ഇലക്ട്രിസിറ്റി യൂസേജ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഏപ്രിൽ എൻഡ് ആയപ്പോഴേക്കും, ഏപ്രിൽ അവസാനമായപ്പോഴേക്കും അവരുടെ മീറ്ററിൽ കാണിച്ചിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത് 2402 ആണ്. മാർച്ച് എൻഡിൽ എത്രയായിരുന്നു? മാർച്ച് എൻഡിൽ 2165 ആയിരുന്നു. ഏപ്രിൽ എൻഡ് ആയപ്പോഴേക്കും 2402 ആണ് കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ ഏപ്രിലിൽ അവർക്ക് ഇലക്ട്രിസിറ്റി യൂസേജ് റെഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏപ്രിലുള്ള അവരുടെ ഇലക്ട്രിസിറ്റി യൂസേജിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കണം, അല്ലേ? അതിനെന്ത് ചെയ്താൽ മതി?
ഏപ്രിൽ എൻഡിലുള്ള മീറ്റർ റീഡിങ്ങിൽ നിന്ന് മാർച്ച് എൻഡിലെ റീഡിങ് സബ്സ്ട്രാക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ 2402 നിന്ന് 2165 സബ്സ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ 2ൽ നിന്ന് 5 സബ്സ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ അവിടെ 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 4ന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം അല്ലേ. അപ്പോൾ 4 ഒന്ന് എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ഈ 0ക്കാണ് കൊടുക്കുന്നത്. അവിടെ 10 ആയിട്ട് മാറുന്നു. ഈ 10ൽ നിന്ന് ഒന്നാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 12 ആയിട്ടും ഇവിടെ 9 ആയിട്ടും മാറുന്നു. 12ൽ നിന്ന് 5 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7. ഓക്കെ. ദെൻ 9 മൈനസ് 6 എത്രയാണ്? 3. Then 3 minus 1. 3 minus 1 2. 2 minus 2 0 ആണ്. അപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏപ്രിലിലെ അവരുടെ ഇലക്ട്രിസിറ്റി യൂസേജ് എന്ന് പറയുന്നത് 237 ആണ് അല്ലേ. മാർച്ചിൽ എത്രയായിരുന്നു? 299ഉം അതുപോലെ ഏപ്രിലിൽ 237ഉം ആണ് അല്ലേ. അപ്പോൾ ഇവർക്ക് ഇലക്ട്രിസിറ്റി ബില്ല് റെഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? യെസ്, റെഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് മാർച്ചിൽ 299ൽ നിന്ന് ഏപ്രിലിൽ 237 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര യൂണിറ്റ് ആണ് അവർ കുറഞ്ഞിട്ടുള്ളത് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? മാർച്ചിലുള്ള ടോട്ടൽ യൂണിറ്റിൽ നിന്ന് ഏപ്രിലിലുള്ള ടോട്ടൽ യൂണിറ്റ് സബ്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ. 9 minus 7 എത്രയാണ്? 2. Then 9 minus 3 6. 2 minus 2 0 ആണ്. അപ്പോൾ എഴുതണ്ട. അപ്പോൾ how many unit they reduce? Yes, 62 യൂണിറ്റ് ഏപ്രിലിൽ അവർക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, ലാഭപ്രഭയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളും ആ സ്കീമിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി യൂസേജ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ. നമുക്കറിയാം ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് പ്രീഷ്യസ് ആയിട്ടുള്ളതാണ് അല്ലേ, നമുക്ക് അമൂല്യമായിട്ടുള്ളതെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? വൈദ്യുതി ഉപയോഗം മാക്സിമം റെഡ്യൂസ് ചെയ്യണം. അത് അമൂല്യമായതുകൊണ്ട് തന്നെ അതിനെ നന്നായി സംരക്ഷിക്കുകയും വേണം. ഓക്കെ. നെക്സ്റ്റ്, നിങ്ങളെടുത്തും ഇതുപോലെ നിങ്ങളെ വീട്ടിലുള്ള ഇലക്ട്രിസിറ്റി മീറ്ററിൻ്റെ റീഡിങ് നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇലക്ട്രിസിറ്റി യൂണിറ്റുമായിട്ട് അത് കമ്പയർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനക്കണക്കായിട്ട് ചെയ്യാനുള്ളതാണ്. എന്നാലും ഞാനൊന്ന് പറഞ്ഞു തരാം. അതായത് എ ട്രിപ്പ്, അമൽസ് ഫാദർ ആൻഡ് മദർ ഗോട്ട് ഇൻ ടു എ ബസ് ടു ദി ടൗൺ. അമലിൻ്റെ ഫാദറും മദറും കൂടി എന്ത് ചെയ്യാണ്? ഒരു ബസ്സിൽ ടൗണിലേക്ക് പോവുകയാണ്. ഫെയർ ഈസ് 18 റുപ്പീസ് ഫോർ ഈച്ച്. എന്താണ്? ഒരാൾക്ക് 18 രൂപയാണ് ടൗണിലേക്കുള്ള ചാർജ്. ഫാദർ ഗേവ് ദ കണ്ടക്ടർ എ 100 റുപ്പി നോട്ട്. അച്ഛൻ എന്ത് ചെയ്തു? ഒരു 100 രൂപേൻ്റെ നോട്ടാണ് കണ്ടക്ടർക്ക് കൊടുത്തത്. എന്നിട്ട് ബാക്കി കൊടുക്കണമല്ലോ. ബാക്കി കൊടുത്ത സമയത്ത് കണ്ടക്ടർ ഫസ്റ്റ് ഗേവ് ബാക്ക് 2 റുപ്പി കോയിൻസ് ആൻഡ് സെഡ് 40. കണ്ടക്ടർ ആദ്യം 2 രൂപൻ്റെ 2 കോയിൻസ് കൊടുത്തിട്ട് പറഞ്ഞു ഇപ്പം 40 ആയി. ദെൻ ഗേവ് 320 റുപ്പീസ് നോട്ട് ആൻഡ് സെഡ് 100. ആദ്യം 2 രൂപൻ്റെ 2 കോയിൻസ് കൊടുത്തു. ദെൻ 3 20 റുപ്പീസിൻ്റെ നോട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇപ്പം 100 ആയി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഹൗ ഡു യു എക്സ്പ്ലെയിൻ ദിസ്? നമ്മൾ ഇതിനെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കൊന്ന് ചെയ്തു നോക്കാം. ടൗണിലേക്ക് ഒരാൾക്ക് 18 രൂപയാണ് അല്ലേ. അപ്പം 2 പേരാണ് പോയിട്ടുള്ളത്, ഫാദറും മദറും. അങ്ങനെയാണെങ്കിൽ അവരുടെ ടോട്ടൽ ചാർജ് എത്ര ആയിട്ടുണ്ടാവും? അത് നമ്മൾ 18 + 18 കൂട്ടി നോക്കണം. അപ്പോൾ 8ഉം 8ഉം എത്രയാണ്? 16 ആണ്. അപ്പോൾ 16ൽ 6 മാത്രം എഴുതിയിട്ട് 1 ബാലൻസ് പ്ലേസ് ഹിയർ. 1 + 1 2, 2 + 1 3, 36. അപ്പോൾ 2 പേർക്ക് ടോട്ടൽ ചാർജ് 36 റുപ്പീസ് ആണ് അല്ലേ. ഇനി കണ്ടക്ടർ എന്താ
100 റുപ്പീസാണ് അച്ഛൻ കൊടുത്തത്. അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ എന്താ പറഞ്ഞേ? രണ്ട് രൂപൻ്റെ കോയിൻസ് കൊടുത്തിട്ട് 40 ആയി എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ രണ്ടും എത്രയാണ്? 4. അപ്പോൾ ഈ 36 കൂടി 4 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 40 ആയി അല്ലേ? ഇനി 100ൽ നിന്ന് 40 സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണുള്ളത്? അപ്പോൾ ഇവിടെ 10, ഇവിടെ 9 അല്ലേ? നിന്ന് 40 സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 0 മൈനസ് 0 0. 0ൽ നിന്ന് 4 സബ്സ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല, അപ്പോൾ ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ 10 മൈനസ് 4 60 ആണ് അല്ലേ? ഇനി അവർക്ക് ബാക്കി കിട്ടേണ്ടത് 60 രൂപയാണ്. അതിന് കണ്ടക്ടർ എന്താ ചെയ്തത്? 3 20 രൂപൻ്റെ നോട്ടുകൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ 3 20കൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. 20 പ്ലസ് 20 പ്ലസ് 20 എത്രയാണ്? 0. 2 പ്ലസ് 2 4, 4 പ്ലസ് 2 6. അപ്പോൾ കണ്ടക്ടർ ബാക്കി കൊടുത്തത് ശരിയാണല്ലോ. എത്ര രൂപയാണ് കണ്ടക്ടർ ബാക്കി കൊടുത്തത്? 64 റുപ്പീസാണ് കൊടുത്തത് അല്ലേ? 36 രൂപ അവരുടെ ബസ് ചാർജ് ആയി. ബാക്കി 64 റുപ്പീസ്, അതായത് 3 20 രൂപൻ്റെ നോട്ടുകളും 2 രൂപൻ്റെ കോയിനും കൂടി കൊടുത്തു. കണ്ടക്ടർ ബാക്കി കൊടുത്തു. ഓക്കെ, ഇപ്പം നമ്മൾ ഒരുപാട് 4 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സബ്സ്ട്രാക്ഷൻ ആണ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? മിസ് കുറച്ച് 4 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സബ്സ്ട്രാക്ഷൻ നിങ്ങൾക്ക് തരാം, അത് നിങ്ങളൊന്ന് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7344ൽ നിന്ന് 3896 സബ്സ്ട്രാക്ട് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ 5987ൽ നിന്ന് 7ൽ നിന്ന് ഒരു 4896 സബ്സ്ട്രാക്ട് ചെയ്യുക. Then third question 476ൽ നിന്ന് 3989 സബ്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 3 നിങ്ങൾ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ മെയിനായിട്ട് 3 ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതുകൂടാതെ മിസ് നിങ്ങൾക്ക് 3 ഹോംവർക്കും തന്നിട്ടുണ്ട്. അത് നിങ്ങൾ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.